പറയടാ. ഇതെങ്ങനെയുണ്ടാ കളക്ഷനൊക്കെ? കളക്ഷനൊന്നും ഇല്ലടാ, വെറും തെണ്ടികളാടാ. ഒന്നും കിട്ടുന്നില്ല, കുറേ കോയിൻസ് മാത്രം. നമ്മൾ പല പരിപാടി നോക്കിയല്ലേ. ഇത് മുന്നോട്ട് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും പുതിയ പരിപാടി തെളിഞ്ഞു വരുന്നവരെ നമുക്കിതങ്ങോട്ട് നോക്കാം. നേതാവേ, ഈ കവർ തന്നെ വേണമായിരുന്നോ? ഇവിടെ ആൾക്കാരെ ആരെയും കാണുന്നില്ലല്ലോ. അത് നമുക്ക് നോക്കാം. അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ബക്കറ്റ് മേടിക്കാനാണ് ജ്യൂസ് പറ. ഇത് അവൻ്റെ ഏരിയ അല്ലയോ? തൊണ്ട കീറി എത്ര പ്രസംഗിച്ചിട്ടും കാര്യമായിട്ടൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കറിയാം, എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണ്ടേ? അത് ശരിയാ. നീ ആ ജോസിനെ വിളിച്ചേ, ഒരു പ്ലാനുണ്ട്. ശരി, ഇപ്പം വിളിക്കാം. ജോസിൻ്റെ എന്ത് പ്ലാനാണ് ഉള്ളത്? അതിനല്ലേ ബക്കറ്റ്. എന്തെങ്കിലും തരണേ സാറേ. ഞങ്ങളുടെ കാര്യം തന്നെ വലിയ കഷ്ടത്തില്ല. എന്തായാലും മൈക്ക് ഓണാകുന്നില്ല, അതിൻ്റെ കാശും പോയത്. പ്രിയ മിത്രങ്ങളെ, മൂത്രങ്ങളോ? നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നേതാവിനെ പരിചയമുണ്ടല്ലോ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നിങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ മറക്കുവാൻ പറ്റുകയില്ലല്ലോ. ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ പണിഞ്ഞതാണ് ഈ വൈദ്യുതി. ഇനിയും ഞങ്ങൾ ഇവിടെ പലതും പണിയും. അത് പൊളിക്കാൻ ആരും ഇവിടെ വരണ്ട. ഇനി വെള്ളത്തിൽ കൂടെ ഓടാൻ വള്ളം ആദ്യം ഞങ്ങൾ ഏർപ്പാട് ചെയ്യും. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കാൻ നമ്മുടെ പ്രിയ നേതാവിനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ നേരിൽ വന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. തോറ്റു കഴിഞ്ഞ് വീട്ടിലിരിപ്പല്ലായിരുന്നോ? അതാ ഞങ്ങളെയൊക്കെ കാണാഞ്ഞ്. ഇപ്പം എന്നാ പറഞ്ഞേ? എന്റെ സഹപ്രവർത്തകൻ ജോസ് ബക്കറ്റുമായി നിങ്ങളുടെ അരിയിലേക്ക് വരും. അറിഞ്ഞു കണ്ട് ഇഷ്ടമുള്ള തുക അതിൽ ഇഷ്ടമുള്ള സംഭാവന ഇട്ടോ. എത്ര പേർ എന്നാ 100 രൂപയോ? ഒരു ക്വാർട്ടറിന് പോലും തികയത്തില്ലല്ലോ. ഇഷ്ടമുള്ള സംഭാവന ഇടാനല്ല നേതാവ് പറഞ്ഞ്. അടുത്ത വർഷം ഈ കട ഇടിച്ചു പൊളിച്ച് ഒരു ബിവറേജ് വരാൻ സാധ്യതയുണ്ട്. അയ്യോ എന്റെ പൊന്നെ, ചതിക്കല്ലേ, നമ്മുടെ വയറ്റിപ്പഴപ്പാ. ഒരു പുള്ളിലുള്ളതെങ്കിലും തരാം. എന്നാ ചതിക്കല്ലേ നമ്മളെ, വയറ്റിപ്പഴപ്പാ. ഓക്കെ അല്ലേ? ഇനി അതും കൂടെ എടുത്തു. എന്റെ ദൈവമേ, പാവങ്ങളുടെ വയറ്റത്തടിക്കുവാ അല്ലേ? ഒന്നുമില്ലേ? മഴ പെയ്യുന്നു, ഈ മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ വെയിറ്റ് ഷെഡ് ഞങ്ങൾ പണിതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, റേഷൻ അരിയില്ല. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? റേഷൻ ഏരിയയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ. ഉച്ചയ്ക്ക് എന്തോ കഴിക്കാൻ മേടിക്കേണ്ടത് ചോദിച്ചോ കേട്ടോ. കുഴി. എന്നാ കുഴി? കുഴിമന്തി. കുഴിമന്തി പോലുള്ള വിഷം കലർന്ന ആഹാരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അത് നിർത്തൂ. വെള്ളപ്പൊക്കത്തിന്റെ പണ്ട് ഇരിച്ചത് ആരാണ് മുക്കിയത്? സ്വർണം മുക്കിച്ച വിഗ്രഹം ചുരണ്ടിയത് ആരാണ്? SBI ബാങ്കിന്റെ വാതിക്കൽ 2000 രൂപ. എന്റെ ചോദ്യം, റേഷൻ കടയിലെ അരി എവിടെ പോയി? എത്ര പേർ ക്യൂ നിന്നു, എത്ര പേർ മരിച്ചു? കളക്ഷനൊന്നും ഇല്ലടാ, വെറും തെണ്ടികൾ. ഒന്നും കിട്ടുന്നില്ല, കുറേ കോയിൻസ് മാത്രം. നമ്മൾ പല പരിപാടി നോക്കിയല്ലേ. ഇത് മുന്നോട്ട് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും പുതിയ പരിപാടി തെളിഞ്ഞു വരുന്നവരെ നമുക്കിതങ്ങോട്ട് നോക്കാം. നേതാവേ, ഹൈക്കമാൻഡ് എപ്പം വേണേലും നിലപാട് മാറ്റാം. എന്തായാലും സീറ്റ് ഉറപ്പിക്കാൻ പറട്ടെ. അതെ, നമുക്കിപ്പോൾ പഴയതുപോലുള്ള ജനപിന്തുണയൊന്നുമില്ല. അത് പുതിയ എന്തെങ്കിലും സ്ട്രാറ്റജി പ്രയോഗിക്കേണ്ട സമയമായി. സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഇതുപോലെ ഭീഷണിപ്പെടുത്തി പൈസ പിരിച്ച് ജീവിക്കാം. അങ്ങനെയൊന്നും പറയണ്ടെന്നേ, അങ്ങനത്തെ കമൻറ്റും വേണ്ട. രാഷ്ട്രീയത്തിൽ എൻ്റെ ആചാര്യൻ എന്നെ പഠിപ്പിച്ചത്
അടിക്കുമ്പോൾ ആനയുടെ തലമണ്ട നോക്കി അടിക്കണം. ആ വിദ്യ എനിക്കറിയാം, അല്ലേ നേതാവേ? ഇനി എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വരും. സ്വാമി പറ, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ജനത്തിനിപ്പോൾ ആവശ്യം നിങ്ങളുടെ വാഗ്ദാനങ്ങളൊന്നുമല്ല. അത് കേട്ടാൽ ഒന്നും നടക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ജയിച്ചെന്ന് വരും. എന്നാൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതെ ജയം ദൃഢമാക്കണമെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് വിടുക. ഇനിയുള്ള മാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾ എന്നെയും സഹായിക്കണം. അല്ല സ്വാമി, നിങ്ങളങ്ങനെ ഞങ്ങൾ വോട്ട് പിടിച്ചു തരുന്നേ? വോട്ട് കിട്ടാൻ ഏറ്റവും നല്ലത് ഭയം, മതം, ഭക്തി മാർഗവുമാണ്.